ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാക് ഫൺ ഗെയിമിംഗ്. അപ്പോൾ എൻ്റെ അടുത്ത ഗെയിമിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഡോറേമോൻ്റെയും ഷിൻഷാൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്ക് ആവാം. എടാ ഷിൻഷാനെ, നമുക്ക് എവിടെയെങ്കിലും പോയി കളിച്ചാലോട്ടാ. എടാ ഡോറേമോണ, നിന്റെ ശബ്ദം എന്താടാ മാറിപ്പോയത്? അത് വിട് ഷിൻഷാനെ, എനിക്കറിയില്ലടാ ഷിൻഷാനെ, ഇന്നലെ തൊട്ട് ഇങ്ങനായിരുന്നു. എനിക്കറിയത്തില്ല, എൻ്റെ പഴയ സൗണ്ടൊക്കെ പോയി മൂക്കടപ്പായി ഗൈസ്. എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവും. എടാ ഇത് നമ്മുടെ ജാക്കട്ടൻ്റെ വണ്ടിയാണ്, പക്ഷെ നമുക്ക് ഇരിക്കാനൊക്കെയാണ് സെറ്റ്. എടാ കയറാ ഷിൻഷാനെ, ഇനി എന്തോ ഒന്നും കടിച്ചുകൊണ്ടിരിക്കുവാണ് അവളത്. ഞാൻ കയറുന്നൊന്ന് കാത്തിരിക്കുകയൊക്കെ ചെയ്യ്. അതൊക്കെ ഞാൻ കാത്തിരിക്കുക. ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. ഒരിക്കലും ഇവൻ നേരെ ഒരു വരില്ല. എൻ്റെ ഡിഫൻഡർ. നിൻ്റെ ഡിഫൻഡറോ? എൻ്റെ ഡിഫൻഡർ. അതാട്ടെ എൻ്റെ ഡിഫൻഡർ. നേരെ ഇവരെയൊക്കെ പറയണ്ട ചിരിച്ചാൽ. അപ്പോൾ ഗൈസ് നമ്മളൊരു തലമേരെ പോവുകയാണ്. ഇതെൻ്റെ വീടാണ് ഗൈസ്. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നുമില്ല. നമ്മുടെ സിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ആവശ്യമാണ്. എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്. എടാ ജാക്കണ്ണൻ്റെ പെർമിഷൻ ചോദിച്ചോ? അല്ലെങ്കിൽ അടുത്ത ജാക്കണ്ണൻ കിടന്ന് ഈർക്കിലും എടുത്തോണ്ട് വന്ന് ഒറ്റ അടി അടിച്ച് തിരിക്കും. അതെനിക്കറിയാം. അത് കാരണമാ ജാക്കണ്ണനോട് ഞാൻ പറഞ്ഞ ആ വില്ലേജിലുള്ള അങ്കിള് വിളിക്കുന്നതെന്ന്. നല്ലത്. ഇനി അണ്ണൻ തിരിച്ചു വരുമ്പോൾ വണ്ടിക്ക് സ്ക്രാച്ച് വല്ലതും കണ്ടപ്പെടും. അതെനിക്കറിയാവടാ ശരിച്ചാരെ. അത് കാരണം വല്ലേടാ ഞാൻ നേരെ ഇവര് ഓടിച്ചേ. നിന്നെ നേരെ അവനെ ഞാൻ കണ്ട്. ഇപ്പോൾ വണ്ടി മുഴുവൻ പൊളിച്ചാനെ. എന്നെ കിടന്ന് കളിയാക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ അണ്ണൻ പോയി. ഇനി ഒരു സുഖം. അതാണ് ഗൈസ് ഇങ്ങോട്ട് വന്നത്. ഈ മൂക്കടപ്പത്തിന് പ്രശ്നമാണല്ലോ ഗൈസ്. എടാ കയറാ ഷിൻഷാനെ, എനിക്ക് നേരമില്ലടാ ഷിൻഷാനെ. എടാ ഞാൻ കയറുന്നടാ, വണ്ടിയൊക്കെ പെതുക്കെ സ്റ്റോപ്പാക്കടാ. ഗൈസ് എന്തായാലും നമുക്ക് എവിടെ പോകണമെന്നാണ് എൻ്റെ ചിന്ത. എവിടെ പോകണോടാ ഷിൻഷാനെ? നമുക്ക് എവിടെ വേണേലും പോവാം, പ്രത്യേകിച്ച് അവിടെ പോവാനാ. എടാ ചിരിച്ചാനെ, നേരെ ഓരോ പറയടാ ചിരിച്ചാനെ. ഓരോ നേരം ഓരോരോ രീതിയിൽ ഇത് പറഞ്ഞ ഞാനെത്തോറിയാണ്. എടാ എന്തോ മണ്ണത്തരുന്ന് കാണിക്കോടാ, പെതുക്കെ. ഗൈസ് നമ്മളിനി വേറൊരു അടുത്തൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണ്ട. അതെങ്ങനെയാണ് ITA ബോർഡ്, അല്ലെങ്കിൽ ഞാൻ ITA ബോർഡിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ട് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റാക്കാം. ആ വീഡിയോ നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത വീഡിയോ അതിൻ്റെ ആയിരിക്കും തോന്നുന്നേ ഉള്ളൂ. എടാ എന്താടാ ചിരിച്ചു വന്നേ? ഞാനൊന്ന് GTA 5 ഒന്ന് കളിക്കട്ടെടാ. ഞാനിത് എപ്പോഴെങ്കിലും വല്ലേടാ GTA 5 കളിക്കുന്നത്. ഞാനിത് പോയി കളിച്ചിട്ട് വരട്ടെ. എനിക്കറിയാം, GTA 5 കളിച്ചിട്ട് എനിക്ക് തരത്തില്ല. ഇത് എൻ്റെതാണ് കേട്ടോ, ഇതെൻ്റെ വീട്. ഞാനെൻ്റെ ഫോൺ എടുത്ത് കാണട്ടെ. എൻ്റെ ഫോണാ? അല്ല, ഇതെൻ്റെ ഫോണാ. അയ്യോ, എൻ്റെ ഫോണ് തന്നിട്ട് പോടാ. ഗായ്സ് ഇതെൻ്റെ ഫോണല്ല, ഇതെൻ്റെ ജാക്കണ്ണൻ ഞങ്ങൾക്ക് കാണാൻ മേടിച്ച. പക്ഷെ എനിക്കിപ്പോൾ കാണണം. അത് നടക്കുകയില്ല. എന്തായാലും ഞാൻ തരത്തില്ലടാ നിനക്ക് ചിരിച്ചാനെ. ഏടാ ഈ മര്യാദക്ക് താണ്, ഇത് എൻ്റെ ഫോണാ. അല്ലടാ ഇത് പ്രശ്നമാണല്ലോ. നമുക്കൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കണമല്ലോ ഈ ഷിൻഷാൻ അറിയാതെ. അയ്യോ ഷിൻഷാൻ വരുന്നേ. നീ അങ്ങനെ വിളിക്കത്തില്ലടാ, നീ ഇവിടെ നില്ലടാ, ഞാൻ നിന്നെ തല്ലിക്കൊല്ലേ. എന്തായാലും ഷിൻഷാൻ. അയ്യോ ഷിൻഷാനാണ് പുറകെ വരുന്നുള്ളൂ. ഷിൻഷാൻ എനിക്ക് ഫോൺ താ. ഫോൺ കാണുന്നില്ല. എടാ ചിരിച്ചാലെ ഫോൺ എവിടെ? എടാ ഫോൺ എവിടെയാണ് ചിരിച്ചാൽ? ഇത് കണ്ടില്ലെങ്കിൽ അണ്ണ നമ്മളെ കൊല്ലൂടാ. തപ്പോള എവിടെ അല്ലായിരുന്നു? ഈ മരത്തിൻ്റെ അടിയിൽ വല്ലതും. എടാ നമ്മളിങ്ങനെ എടുത്ത് തട്ടിപ്പറിച്ചപ്പോൾ ആ ഫോൺ എങ്ങോട്ടോ തെറിച്ചു പോയി. എനിക്കറിയില്ല, ഇവിടെ വല്ലതും ഉണ്ടാവും. അതായത് നമ്മൾ ഇപ്പോഴത്തെയോട് കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അണ്ണ നമ്മളെ അടുത്ത കൊല്ലുവിടാ. ഒന്നും അറിയില്ലേ. നീ എങ്ങോട്ടാ പോന്നെ? എനിക്ക് എൻ്റെ വീട്ടിലും പോകാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ല. അത് കാരണം എൻ്റെ വീട്ടിൽ വിട്ടേച്ചു പോയി. കറക്റ്റ് സ്ഥലത്ത് വിട്ടേച്ചു പോയിക്കുന്നത്. അതൊക്കെ സഹിക്കണം. എടാ പുതിയ ഫോൺ മേടിക്കാം. എങ്ങനെ? ഈ ഡിഫൻഡറൊക്കെ വിറ്റാൽ പോരെ? ഡിഫൻഡർ വിറ്റിട്ട് എന്ത് കിട്ടാനാ? ഈ ഡിഫൻഡർ ആണെങ്കിൽ എത്ര രൂപയാണ്? എടാ ഈ ഡിഫൻഡർ നല്ല ഡിഫൻഡറാണ്. ഡിഫൻഡർ റെയർ വണ്ടിയാണ് ചിരിച്ചാലേ. പിന്നെ നിൻ്റെ സൗണ്ട് നോബിറ്റയുടെ പോലെ തന്നെ ഉണ്ടടാ. പിറ്റത്ത് പറയാനാ.
എടാ ഇതൊക്കെ ഒരു വലിയ കഥ, നമുക്കൊക്കെ ഇങ്ങനെ അറിയുള്ളൂ. എന്തായാലും ഞാൻ നേരെ നമ്മുടെ ഫുഡ് ഷോപ്പിലേക്ക് വിടാം. എടാ എന്തെങ്കിലും ഫുഡ് കിട്ടുന്ന കടയിലോട്ടും കൊണ്ടുപോകണം, മറ്റേ മല്ലൂസ് റെസ്റ്റോറൻറ്റിലേക്ക്. അതിൻ്റെ കാര്യം ഇത് തന്നെയല്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുകയും ചെയ്യും, എപ്പോഴും ഫുഡും വേണം. ഒരു മൂക്കടപ്പാണല്ലോ എല്ലാത്തിനും പ്രശ്നം. ഇതൊക്കെ സഹിക്കണം. അയ്യാ എന്താ മണ്ടത്തരം കാണിച്ചു കൂട്ടുന്നത്. അയ്യോ എൻ്റെ വണ്ടി പോയേ, എൻ്റെ വില കൂടിയ വണ്ടി. എടാ ഷോറൂമിൽ വിറ്റാലോടാ. അത് തന്നെ പറയാൻ വന്നത്. ഷോറൂമിൽ ആരും കാണുമോ? ആരെങ്കിലും കാണുമല്ലോ. ഇല്ലാതെ ഷോറൂം വെറുതെ ഇവിടെ എന്തിനാ അടച്ചു വെച്ചേക്കുന്നത്? ഷോറൂം ഇവിടെ ഇരിക്കുന്നത് സാധനങ്ങൾ മേടിക്കുകയല്ലേ. ഡിഫൻഡർ അല്ല, ഇവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നല്ലോ സാധാരണ വരുന്നത്. ഈ അണ്ണൻ ഇപ്പം ചായ കുടിക്കാൻ പോയേക്കും. പിന്നെ ഇത് 4 പടിയായി. അണ്ടാ പറത്ത് പോവല്ലേ അണ്ണാ. ഞാനൊരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് വിൽക്കാൻ. ഈ വണ്ടിക്ക് എത്ര രൂപ തരും? ഈ വണ്ടി ഒരു വണ്ടിയാണ് മോനെ. ഈ വണ്ടിക്ക് ഞാനൊരു എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു 20 കോടി. 20 കോടിയോ? അത് തന്നെ മതി. അതെ ശരിശാലേ, അത് തന്നെ മതി. ഓക്കെ, അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് വന്നോ നോക്കൂ ഗൈസ്. വന്നിട്ടുണ്ട് ഗൈസ്, ക്രെഡിറ്റഡ്. ഇനി അണ്ണൻ ഈ ഒരു കാശം വെച്ചൊരു ഫോൺ മേടിക്കുക. തിരിച്ചെന്തിനാണോ വണ്ടി കയറുന്നത്? പറഞ്ഞത് ശരിയാ. ഒരു വണ്ടി പോസ്റ്റണവും ചെയ്യാവോ? ചേട്ടാ ഈ വണ്ടി ചേട്ടാ നിനക്ക് ഈ വണ്ടിക്ക് കയറാൻ പറ്റത്തില്ല ചേട്ടാ. സോറി ചേട്ടാ തിരിച്ച് വണ്ടി എടുത്തോ. ഒരു കാറ് പിടിക്കുക. ഈ കാറ് പിടിക്കുക. ഇറങ്ങി ചേട്ടാ, ഒന്ന് ഇറക്കി പോവാ ചേട്ടാ. ഈ വണ്ടി ഒന്ന് നശിപ്പിച്ചു. ചെക്കന്മാരുടെ വണ്ടി എടുത്തേ നശിപ്പിച്ചേ. ഗൈസ് എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അല്ലാതെ അങ്ങോട്ട് പോകാൻ എപ്പോഴും ഉള്ള ഒരു സ്വഭാവമായി. ഇവനങ്ങ് വീട്ടിൽ പോകണം എന്ന് തുടങ്ങിയതാണെന്നറിയില്ല, എന്നുള്ളൊരു സ്വഭാവമാണ് ഇവൻ്റെ. വീട്. അത് പിന്നെ നമ്മളൊക്കെ ഇങ്ങനല്ലേ. ബച്ചാരെ വണ്ടി ഇടിച്ചു പോയി. ഈ വണ്ടി നമുക്ക് കയ്യിൽ വെക്കാം. കാണണ്ട, പുറകിൽ വെക്കാം. പുറകിലൊന്നും വെക്കാറില്ലല്ലോ. എന്നെങ്കിലും വന്ന് നോക്കിയാൽ നീ പെടും കേട്ടോടാ. അപ്പം ഞാൻ നിൻ്റെ പേരാണ് പറയുന്നത്. പിന്നെ കേസ് ഇവിടെ നമുക്കൊരു സീക്രട്ട് ഡോർവേ ഉണ്ട് കേസ്. ഞാൻ ഫിറ്റ് ചെയ്തതാണ്. കണ്ടോ കേസ്, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ സീക്രട്ട് ഡോർവേയിലോട്ട് കയറാൻ കാറ് തന്നെ വേണം. കാറല്ലാതെ പ്രത്യേകിച്ച് വെഹിക്കിൾസ് ഒന്നും ഉപയോഗിക്കാൻ ഇവിടെ പറ്റത്തില്ല. ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ പിറ്റിയോട് ഇവിടെ ചേർത്ത് വെക്കണം. കാണിച്ചു തരട്ടെ ഗൈസ്. കയറാനും പറ്റുന്നില്ല. ഇവിടെ ഒരു സീക്രട്ട് ഡോറുണ്ട്. അവിടെ പണ്ട് അണ്ണ കിഡ്നാപ്പ് ചെയ്ത മനുഷ്യനെയൊക്കെ വെക്കുന്നതായിരുന്നു. ഡോറിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. സിമെൻ്റൊക്കെ വെച്ച് അണ്ണ മൂടി. എടാ ഇവൻ്റെ ബാസ്കറ്റ് ബോൾ എവിടെ ആയിരുന്നു? അതെനിക്കറിയില്ലടാ. അപ്പം ഗൈസ്, അപ്പോൾ അണ്ണൊരു ഫോൺ മേടിച്ചില്ല. അതാണ് ഈ കാശ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അണ്ണന് അയച്ചു കൊടുക്കുക. ഇതെന്താണ് അയച്ചങ്ങനെ കൊടുക്കാൻ? TV അല്ല. ഓക്കെ, അണ്ണന് അയച്ചു കൊടുക്കുക. എത്ര രൂപയായിരുന്നത്? 22 കോടി. 22 കോടിക്ക് ഒരുപാട് സീറോ ഉണ്ടല്ലേ. ഇതെല്ലാം എന്തായാലും അയച്ചിട്ടുണ്ടോ ഗൈസ്? ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. The video is being wind up by everyone subscribe to Dark Fun Gaming. മറക്കരുത് എന്തുമുള്ള പോലെ. ഗൈസ്, ഇന്നലെ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതാണ് ഈ വീഡിയോ ഇപ്പോൾ ഒരു വൈൻഡപ്പ് ആണ്. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ.